ചെടികളും പൂക്കളും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. ചെടികൾ നല്ലപോലെ തഴച്ച് വളരാനും ഒരുപാട് പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ ആണ് കേട്ടോ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ തമ്പനെയിലിൽ കണ്ട പോലെ തന്നെ പഴത്തൊലിയാണ് ഇന്നത്തെ മെയിൻ താരം. അപ്പോൾ പഴത്തൊലി വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കിതിനെ പല രീതിയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഒരു 3-4 മെത്തേഡ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് ചൂസ് ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ഒരു മെത്തേഡാണ് ഈ കാണിച്ചു തരുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മെയിൻ ഐറ്റം പഴത്തൊലി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നല്ലപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. നമ്മൾ സാധാരണ വേസ്റ്റാക്കി കളയാറുള്ള ഈ പഴത്തൊലിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ ഇതെല്ലാം ഈ പഴത്തൊലിയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കിതിനെ ഒരു പവർഫുൾ ഫെർട്ടിലൈസർ എന്ന് പറയാനായിട്ട് പറ്റും. പിന്നെ നമുക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കാണാനായിട്ട് പറ്റും. അപ്പം ഞാനിതെല്ലാം നല്ലപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ചെറിയ പാത്രത്തിലേക്ക് ഇത് മാറ്റിയെടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഒരു മഗ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്നതിനെ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതാ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ തിളച്ചതിന് ശേഷം നമ്മൾ സിമ്മിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ചെറുതായിട്ട് വറ്റാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ചെടികളിലേക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരു 5 to 6 മണിക്കൂറെങ്കിലും നമ്മൾ ഇതിനെ തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഇപ്പം നിങ്ങൾ രാവിലെ ചെയ്യുവാണെങ്കിൽ വൈകുന്നേരം എടുത്താലും മതിയാവും. അപ്പം ഞാൻ രാവിലെ ചെയ്തിട്ട് വൈകിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം അതാ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇതിനെ നമുക്കൊന്ന് ഡൈല്യൂട്ട് ആക്കിയിട്ട് വേണം. എല്ലാ ഫെർട്ടിലൈസറും നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ചെയ്യാറില്ലേ, അതേപോലെ തന്നെ ഒന്ന് ഡൈല്യൂട്ട് ആക്കിയതിന് ശേഷം വേണം ചെടികളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് സ്ക്വീസ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നല്ലൊരു അരിപ്പ് വെച്ചിട്ട് ഇതിനെ ഒന്ന് അരിച്ചെടുക്കുകയാണ്. അരിച്ചെടുത്തിട്ട് നമ്മൾ എടുത്തിരിക്കുന്നതിൻ്റെ ഇരട്ടിക്ക് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ചെടികളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഡൈല്യൂട്ടാക്കി എടുത്തതിന് ശേഷം നമുക്ക് ചെടികളിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ചെടികൾ പൂക്കൾ പിടിക്കാനും കായ്ക്കൾ ഉണ്ടാവാനും ഒക്കെ അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. നമുക്ക് പച്ചക്കറി കൃഷികൾക്കൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നൊരു വളം. അപ്പോൾ ഈ 10 മണി ഞാൻ കുറച്ചാൾ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇത്രത്തോളം ആയിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അടുത്ത മെത്തേഡാണ് ഇതാ ഈ കാണിക്കുന്നത്, മെത്തേഡ് നമ്പർ 2. അപ്പോൾ അതും നമ്മൾ പഴത്തൊലി എടുത്തിട്ടുണ്ട്. ആദ്യം ചെയ്ത പോലെ തന്നെ നല്ല പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴത്തൊലീനെ നമ്മളൊന്ന് നല്ലപോലെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിനൊരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു അല്പം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തായിട്ട് കുറച്ച് പച്ച ചാണകം എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു 1 ലിറ്റർ വെള്ളത്തിലോ ഒന്ന് ജസ്റ്റ് ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ചാണകവെള്ളം യൂസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചക്കറിയുടെ സ്ലറി ഉണ്ടല്ലോ, അതും വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിന് നമുക്ക് ഇപ്പോൾ തന്നെ ഡയറക്റ്റായിട്ട് ചെടികളിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ഇത് ഞാൻ 2-3 ദിവസം വെച്ചാണ് കേട്ടോ. അതിനുശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡൈല്യൂട്ട് ആക്കിയിട്ട് മാത്രമാണ് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പം ഞാൻ അതിൻ്റെ ഇരട്ടിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെടികളിലേക്ക് ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മെത്തേഡ് നമ്പർ 3, അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഫുൾ പഴമാണ് കേട്ടോ എടുക്കുന്നത്. ഇപ്പം നമ്മൾ ചില സമയത്ത് പഴമൊക്കെ മേടിച്ചിട്ട് അത് ചീഞ്ഞ് പോവാറില്ലേ, അപ്പോൾ അത് നമ്മൾ എടുത്ത് കളയാണ്ട് ഇതുപോലെ അടിപൊളി ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഫുൾ പഴം എടുത്തിട്ട് ഞാൻ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു ജാറിലേക്ക് ഇതിട്ട് കൊടുക്കാം കേട്ടോ. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ശർക്കരയാണ്. അപ്പം ഞാൻ ഒരു ചെറിയ ബൗളിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു ബൗൾ ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ടില്ല. ഇപ്പോൾ 3 പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്രത്തോളമാണോ എടുക്കുന്നത് അതിനനുസരിച്ച് അളവിലുള്ളത് എടുക്കുക. എന്നിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്.
ഇനി ഇതിലേക്ക് ഞാൻ 1 മഗ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഒരാഴ്ച 1 2 ആഴ്ചത്തേക്ക് ഇതിനെ മാറ്റി വെക്കുക. അതിനുശേഷം മാത്രമാണ് നമ്മൾ ചെടികളിലേക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇനി പഴം ചീഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് വലിച്ചെറിയരുത്. ഇതുപോലെ ഒരു അടിപൊളി ഫെർട്ടിലൈസർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതും നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും ഇതിനെ ഒന്ന് അരിച്ചെടുത്തിട്ട് ഡൈല്യൂട്ട് ആക്കിയിട്ട് ഇരട്ടിക്ക് വെള്ളം ഒഴിച്ചിട്ട് മാത്രം നമ്മൾ ചെടികളിൽ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഈ ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. വലിയ പണികളൊന്നുമില്ല. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ പഴം എടുക്കുക, അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് വെക്കുക. അതൊരു 2-3-4 ദിവസമെങ്കിലും ആ വെള്ളത്തിലേക്ക് വെക്കുക. അപ്പോൾ ഇതിൽ ഞാൻ പഴത്തൊലി ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഉള്ളിയുടെ തോലും ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ആ ഒരു കളറ്. നമുക്ക് എന്ത് വേണേലും ഇടാം, പച്ചക്കറിയുടെ വേസ്റ്റ് ആണെങ്കിലും ഇട്ടാലും മതിയാവും. അപ്പോൾ ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കിനും അതൊന്ന് അഴുകി വരും. എന്നിട്ട് നമ്മൾ അതിനെ അരിച്ചെടുത്തിട്ട് ഡൈല്യൂട്ടാക്കി എടുത്തിരിക്കുന്നതിൻ്റെ ഇരട്ടിക്ക് വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ടാക്കിയിട്ട് ചെടികളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒന്നാണ്. ഇതാണെങ്കിലും നമുക്ക് വലിയ പണികളുടെ ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഒരുപാട് രീതിയിൽ നമുക്ക് ഈ പഴത്തൊലീനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പെട്ടെന്ന് നമ്മുടെ ചെടികളിൽ ഉണ്ടാകുന്ന ചേഞ്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ പെറ്റൂനിയയ്ക്കൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സ്പ്രേ ബോട്ടിലാണെങ്കിലും ഇട്ടിട്ട് നമുക്ക് ചെടികളിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പെസ്റ്റൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഈ ടിപ്സൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വേറൊരു വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ.